നമസ്കാരം. ഇന്നെടുക്കാൻ പോകുന്ന ഭാഗം നെറ്റ് കറൻറ്റ് അസറ്റ് ഫോർകാസ്റ്റ് മെത്തേഡാണ്. ഇന്നെടുക്കാൻ പോകുന്ന ഭാഗം എന്താണ് നെറ്റ് കറൻറ്റ് അസറ്റ് ഫോർകാസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞെങ്കിൽ മോസ്റ്റ് പ്രാക്ടിക്കലായിട്ട് ഇത് ഉപയോഗിക്കുന്നത് എസ്റ്റിമേറ്റിംഗ് ഫോർ ദ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്. വർക്കിംഗ് ക്യാപിറ്റലിന് റിക്വയർമെൻറ്റ്സ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമായിട്ട് വരും, അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനും വേണ്ടി നമ്മൾ എന്താണ് ഈ ഒരു മെത്തേഡ് നെറ്റ് കറൻറ്റ് അസറ്റ് മെത്തേഡ് നമ്മൾ പഠിക്കണേ. ഇവിടെ അണ്ടർ ദിസ് മെത്തേഡ് ഫസ്റ്റ് ഓഫ് ഓൾ വാല്യൂ ഓഫ് കറൻറ്റ് അസറ്റ് ഈസ് എസ്റ്റിമേറ്റഡ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, എല്ലാ കറൻറ്റ് അസറ്റ് വാല്യൂയും നമ്മൾ എന്ത് ചെയ്യും, എസ്റ്റിമേഷൻ ചെയ്യും. ആഫ്റ്റർ ദിസ് ഈസ് ആൻ എസ്റ്റിമേറ്റ് ഫോർ ദ കറൻറ്റ് ലയബിലിറ്റീസ്. ആഫ്റ്റർ ഫുൾ നമ്മൾ എന്ത് ചെയ്യും, കറൻറ്റ് ലയബിലിറ്റീസ് അതിനെ ലെസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു നെറ്റ് കറൻറ്റ് ഫോർകാസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്താണ് നെറ്റ് കറൻറ്റ് അസറ്റ് മെത്തേഡ് എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്, എങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാമെന്ന് ആണ് അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നെറ്റ് കറൻറ്റ് അസറ്റിൽ നിന്ന് നെറ്റ് കറൻറ്റ് ലയബിലിറ്റീസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം, കറൻറ്റ് അസറ്റ് നമ്മൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ നമുക്ക് തന്നിട്ട് കമ്പനിയിൽ എത്രയൊക്കെ കറൻറ്റ് അസറ്റ്, എന്തൊക്കെയാണ് കറൻറ്റ് അസറ്റ് ഉള്ളത്, ക്യാഷാണ് ക്യാഷ്, ഡെപ്റ്റേഴ്സ് ഓർ റിസീവബിൾസ് ആണ് റിസീവബിൾസ്, സ്റ്റോക്കാണ് സ്റ്റോക്ക്, ഫോർ മന്ത് സെയിൽ മാസത്തിൽ സ്റ്റോക്ക് എത്ര ഉണ്ടോ എത്ര വിറ്റു അത്, അല്ലെങ്കിൽ അഡ്വാൻസ് പേയ്മെൻറ്റ്സ് അഡ്വാൻസ് ആയിട്ട് നമുക്ക് എത്ര പേയ്മെൻറ്റ് കൊടുത്തു, അല്ലെങ്കിൽ അതർ ഇൻകം എത്ര ഉണ്ട്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഓൾറെഡി നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. ദെൻ അതിൻ്റെ ടോട്ടൽ നമ്മൾ എന്ത് ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ ലെസ് കറൻറ്റ് ലയബിലിറ്റീസ്, നമ്മൾ കറൻറ്റ് ലയബിലിറ്റീസ് എന്തൊക്കെയാണ്, ക്രെഡിറ്റേഴ്സ് ഫോർ മന്ത് പർച്ചേസ്, മന്ത്ലി നമുക്ക് എത്ര ക്രെഡിറ്റേഴ്സ് പർച്ചേസ് ചെയ്തു, അതുപോലെ ലാഗ് ഇൻ പേയ്മെൻറ്റ്സ് ഓഫ് എക്സ്പെൻസ്, നമുക്ക് എക്സ്പെൻസ് ആയിട്ട് നമുക്ക് എത്ര കിട്ടാനുണ്ട് പേയ്മെൻറ്റ്സ്, അതും ടോട്ടൽ എന്ത് ചെയ്തു നമ്മൾ എന്ത് ചെയ്തു, ഇറ്റ് വിൽ ബി ആസ് എ ലെസ് ഫോർ ദ കറൻറ്റ് അസറ്റ് നമ്മൾ എന്ത് ചെയ്തു, ലെസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ കണ്ടു അല്ലേ. ഓക്കെ, ദെൻ അടുത്ത് എന്ത് ചെയ്യും, ആഡ് പ്രൊവിഷൻ മാർജിനൽ കണ്ടിജൻസീസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പ്രൊവിഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ലാസ്റ്റ് ടോട്ടൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ കിട്ടും. ഓക്കെ, ക്ലിയർ ആയോ? അണ്ടർ ദിസ് മെത്തേഡ്, ഈ മെത്തേഡിൽ മെയിനായിട്ട് എന്താണ്, ഫസ്റ്റ് ഓഫ് ഓൾ വാല്യൂ ഓഫ് കറൻറ്റ് അസറ്റ് ആൻഡ് ലെസ് ഓൾ വാല്യൂ ഓഫ് കറൻറ്റ് ലയബിലിറ്റീസ്. ഓക്കെ, നെക്സ്റ്റ് ഫോർ എ മാനുഫാക്ചറിങ് കൺസേൺ, ഒരു മാനുഫാക്ചറിങ് കൺസേണിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് നമ്മളെങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ഓൾറെഡി നമുക്കറിയാം. കറൻറ്റ് അസറ്റ് മൈനസ് കറൻറ്റ് ലയബിലിറ്റി ഈക്വൽ ടു നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് നമ്മൾ ഓൾറെഡി അറിയാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, കറൻറ്റ് അസറ്റ്സ് ഏതൊക്കെയെന്നുള്ളത് നമ്മൾ എടുത്ത് ചെയ്താൽ, സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ്, നമ്മളെ കയ്യിലുള്ള സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് എത്രയെന്നുണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ട് നമ്മൾ എടുത്ത് ചെയ്തു. ദെൻ വർക്കിംഗ് പ്രോഗ്രസ് ഫോർ എ മന്ത്, ഒരു മാസത്തെ വർക്കിംഗ് പ്രോഗ്രസ്, അതായത് എത്ര 10 മാസമാണെങ്കിൽ 10 മാസത്തെ കൂട്ടണം, ഒരു മാസമാണെങ്കിൽ ഒരു മാസം, 2 മാസമാണെങ്കിൽ 2 മാസം. അപ്പോൾ വർക്കിംഗ് പ്രോഗ്രസ്സിൽ റോ മെറ്റീരിയൽസ് എത്രയെന്നുള്ളത് നോക്കുക, ഡയറക്റ്റ് ലേബർ എത്രയെന്നുള്ളത് നോക്കുക, ഓവർ ഹെഡ്സ് എത്രയെന്നുള്ളത് നോക്കുക. ദെൻ സ്റ്റോക്ക് ഫോർ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ സ്റ്റോക്സ് എത്രയെന്നുള്ളത് നോക്കുക ഫോർ എ മന്ത്, ഒരു മാസത്തിൽ എത്രയെന്നുള്ളത്, 5 മാസമാണെങ്കിൽ 5 മാസം, 2 മാസമാണെങ്കിൽ 2 മാസം. അവിടെ റോ മെറ്റീരിയൽസ് എത്ര എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം, ലേബർ എത്ര എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം, ഓവർ ഹെഡ് എത്ര എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. ഓക്കെ, ദെൻ സൺഡ്രി ഡെപ്റ്റേഴ്സ് ഓർ റിസീവബിൾ ഫോർ എ മന്ത്, അതായത് മാസത്തിൽ സൺഡ്രി ഡെപ്റ്റേഴ്സ് എത്ര നമുക്ക് റിസീവ് ചെയ്തു, അല്ലെങ്കിൽ റിസീവബിൾസ് ആയിട്ട് നമുക്ക് എത്ര കിട്ടി, അതാണ് അടുത്തത് നമ്മൾ നോക്കണം. റോ മെറ്റീരിയൽസിന് നമുക്ക് എത്ര കിട്ടി, അതിൻ്റെ എമൗണ്ട്, ലേബർ എത്ര എന്നുള്ളത് കിട്ടി, അതിൻ്റെ എമൗണ്ട്, ഓവർ ഹെഡ്സ് എത്ര കിട്ടി, അതിൻ്റെ എമൗണ്ട് ഫോർ എ മന്ത്സ്. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ അതിൻ്റെ ടോട്ടൽ ചെയ്തു. അതുപോലെ പേയ്മെൻറ്റ്സ് ഇൻ അഡ്വാൻസ് ആയിട്ട് നമുക്ക് എത്ര കിട്ടി, അതുപോലെ ബാലൻസ് ഓഫ് ക്യാഷ്, നമുക്ക് ബാലൻസ് ഓഫ് ക്യാഷ് ആയിട്ട് എത്ര എമൗണ്ട് കിട്ടി. അതുപോലെ ഇനി അതർ ഐറ്റം, വേറെ ഏതെങ്കിലും ഐറ്റംസ് നമുക്ക് ക്യാഷ് റിസീവ് ആയിട്ടുണ്ടോ എങ്കിൽ അതും എന്ത് ചെയ്യും, നമ്മളിവിടെ ആഡ് ചെയ്തില്ലേ. ദെൻ അടുത്ത് കറൻറ്റ് ലയബിലിറ്റീസ്, നമ്മൾ പറഞ്ഞു കറൻറ്റ് അസറ്റിൽ നിന്ന് കറൻറ്റ് ലയബിലിറ്റി കുറച്ചാൽ നമുക്ക് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടുമെന്ന് പറഞ്ഞു അല്ലേ. ക്രെഡിറ്റേഴ്സ് എത്ര എന്നുള്ളത് എത്രയാണ്, അതിൻ്റെ എമൗണ്ട്. ദെൻ ലാഗ് ഇൻ പേയ്മെൻറ്റ്സ് ഓഫ് എക്സ്പെൻസ്, നമുക്ക് എത്രയാണ് എക്സ്പെൻസ് പേയ്മെൻറ്റ് ലാഗായി കിടക്കുന്നത്, അത് ഡേ ടു ഡേ അഫേഴ്സ് മീറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ ഡേ ടു ഡേ അഫേഴ്സ് ഒരു കമ്പനി മീറ്റ് ചെയ്യുമ്പോൾ എത്രയൊക്കെ എക്സ്പെൻസ് ലാഗായി വരുന്നുണ്ട് ആ എമൗണ്ട്. ദെൻ അതേഴ്സ് എത്ര എമൗണ്ട് വെച്ചാൽ അത്. ഓക്കെ, അങ്ങനെ ചെയ്ത് നമുക്ക് ഇതിൻ്റെ ടോട്ടൽ കിട്ടിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യണം, കറൻറ്റ് അസറ്റിൽ നിന്ന് കറൻറ്റ് ലയബിലിറ്റി മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഇവിടെ കിട്ടിയ എമൗണ്ടും കൂടി നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് കിട്ടും. ദെൻ ആഡ് എ പ്രൊവിഷൻ എമൗണ്ട് ആയിട്ട് നമ്മൾ എത്ര എമൗണ്ട് വരുന്നത്, അതായത് നമുക്ക് എന്ത് ചെയ്യണം, എക്സ്ട്രാ എമൗണ്ട് ആയിട്ട്
എക്സ്ട്രാ കണ്ടിജൻസി എമൗണ്ട് ആയിട്ട് നമുക്ക് എത്രയെങ്കിലും വരുന്നുണ്ടെങ്കിൽ, സേഫ്റ്റി ഓഫ് മാർജിനായിട്ട് എത്ര എമൗണ്ട് വരുന്നുണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. അതായത് ആഡ് എ പ്രൊവിഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും. ഞാൻ ഒന്നുകൂടി വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് വരാം. കറണ്ട് അസറ്റ്സ് ഏതൊക്കെയെന്ന് എടുത്ത് എഴുതി. സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ്, നമ്മൾ കയ്യിലുള്ള റോ മെറ്റീരിയൽസ് എത്രയാണെങ്കിൽ അത് വർക്ക് ഇൻ പ്രോഗ്രസ് ഫോർ എ മന്ത്, ഒരു മാസത്തിലെ വർക്ക് ഇൻ പ്രോഗ്രസ് 1, 2, 5 എത്ര മാസമാണെങ്കിൽ അത് അതിൻ്റെ റോ മെറ്റീരിയൽസ് എത്രയാണെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പം 5 മാസത്തെ റോ മെറ്റീരിയൽസ് ആണെങ്കിൽ ഇൻറ്റു 5 എത്രയാണ് എമൗണ്ട് അത്. ഓക്കെ. ദെൻ ഡയറക്റ്റ് മെറ്റീരിയൽ ലേബർ ആണെങ്കിൽ 5 മാസമാണെങ്കിൽ 5. അങ്ങനെ എന്ത് ചെയ്യും? ഓരോ മാസത്തെ സ്റ്റോക്ക് ഓഫ് ഫോർ ഫിനിഷ്ഡ് ഫോർ എ മന്ത്, റോ മെറ്റീരിയൽസ്, ലേബർ, ഓവർ ഹെഡ് 4 months ആണ്. ദെൻ സൺഡ്രി ഡെപ്റ്റേഴ്സ് ഓർ റിസീവബിൾ 4 months, റോ മെറ്റീരിയൽസ്, ലേബർ ആൻഡ് ഓവർ ഹെഡ്. ദെൻ പേയ്മെൻറ്റ് ഇൻ അഡ്വാൻസ് ആൻഡ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ആൻഡ് എനി അതർ ഐറ്റം. ദെൻ കറൻറ്റ് ലയബിലിറ്റീസിൽ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മെയിനായിട്ട് ക്രെഡിറ്റേഴ്സ് എമൗണ്ട്, ലാഗ് ഇൻ പേയ്മെൻറ്റ്സ് ഓഫ് ഡേ ടു ഡേ അഫേഴ്സിൽ വരുന്ന പേയ്മെൻറ്റ്സ് ഇത്ര ലാഗ് ഇൻ വരുന്നുണ്ട്, അതേഴ്സ്. അങ്ങനെ ചെയ്ത് ഇതിൻ്റെ ടോട്ടൽ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മൾ കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി ലെസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനോട് കൂടി ആഡ് എ പ്രൊവിഷൻ, എക്സ്ട്രാ മാർജിനായിട്ട് വല്ല എമൗണ്ട് വരുന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും. ഓക്കെ. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. പ്രോബ്ലം ഒന്ന് നോക്കാം. 1/1/1/2019 the board of directors X Limited decides to know the amount of working capital that will be required to meet issued share capital 2 lakh and 8% debentures 50,000 and fixed asset on 1st January 1,25,000. ഓക്കെ, ഇനി നോക്കാം. Production during the previous year was 16 units and it is proposed to maintain the same during 2019. The expected ratio of cost to selling price. Then raw materials 60%, during direct wages 10% and overheads 20%. Direct wages 10% and overhead 20%. Following information നമുക്ക് നോക്കാം. Raw materials are expected to remain in stores on average 2 months before used to production. Then each unit of production expected to be in process for 1 month. Finished goods will stay in the warehouse awaiting dispatch to customers for approximately 3 months. Okay, finished goods will stay in the warehouse awaiting dispatch to customers for approximately 3 months. Creditors allowed by creditors is 2 months from the date of delivery of raw materials. Creditors given to debtors is 3 months from the date of dispatch and selling price is 5 per unit. Okay, there is a regular production of sale of cycle. ഇവിടെ ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കാം. റോ മെറ്റീരിയൽസ് എക്സ്പെക്റ്റഡ് ടു ഇൻ സ്റ്റോർസ് ആവറേജ് 2 months. റോ മെറ്റീരിയൽസ് എക്സ്പെക്റ്റ് ചെയ്യണ സ്റ്റോർ ചെയ്യാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 2 മാസമാണ്. ഈച്ച് യൂണിറ്റ് പ്രൊഡക്ഷൻ ഈസ് എക്സ്പെക്റ്റഡ് ഇൻ ടു ദ പ്രോസസ് ഫോർ 1 month. 1 month ആണ് പ്രൊഡക്ഷന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻ സ്റ്റേ ഇൻ വെയർഹൗസിൽ ഫിനിഷ്ഡ് ഗുഡ്സ് എത്താൻ നമ്മൾ എന്ത് ചെയ്യണം? 3 months ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അപ്രോക്സിമേറ്റ്ലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ ക്രെഡിറ്റേഴ്സ് അലൗഡ് ഫോർ ബൈ ക്രെഡിറ്റേഴ്സ്, കടത്തിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ മിനിമം 2 monthsനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം? അത് തിരിച്ച് കിട്ടണം. ഡെലിവറി ചെയ്തിട്ട് 2 monthsനുള്ളിൽ നമുക്ക് അതിന് തിരിച്ച് കിട്ടണം. ദെൻ ക്രെഡിറ്റ് ഗിവൺ ടു ഡെബ്റ്റേഴ്സ് ടു 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഡിസ്പാച്ച്, നമ്മൾ കൊടുത്തതിൻ്റെ 3 months മുന്നേ നമുക്ക് എന്ത് ചെയ്യണം? അത് ക്രെഡിറ്റേഴ്സിന് നമുക്ക് കാശ് കിട്ടിക്കണം. ഇവിടെ സെല്ലിംഗ് പ്രൈസ് ആയിട്ട് നമുക്ക് പറയുന്നത് തന്നെ 5 per unit, 5 per unit ആണ് നമുക്ക് എന്ത് സെല്ലിംഗ് പ്രൈസ് ആയിട്ട് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ ഇനി നമുക്ക് ആൻസറിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? വർക്കിംഗ് നോട്ട്സ് പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ സൊല്യൂഷനിലേക്ക് നമുക്ക് പോവാം. ഡെപ്റ്റേഴ്സ് ഹാവ് ബീൻ വാല്യൂഡ് അറ്റ് കോസ്റ്റ്. ഓക്കെ, ദെൻ മന്ത്ലി എമൗണ്ട് ഓഫ് ഈച്ച് എലമെൻറ്റ് ഓഫ് കോസ്റ്റ്. ടോട്ടൽ സെയിൽസ് 60,000 നമുക്ക് തന്നിട്ടുണ്ട്, ഓൾറെഡി തന്നിട്ടുണ്ട്. ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് എത്ര തന്നിട്ടുണ്ട്? 5. 60,000 ഇൻറ്റു 5 എത്ര? 3 lakh, 3 ലക്ഷം നമുക്ക് ഇവിടെ എന്ത് ചെയ്തു? കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടി. അതിൽ ഡൗട്ടൊന്നും എല്ലാവർക്കും എങ്ങനെ 3 lakh കിട്ടി എന്നുള്ളതിൽ. അതായത് ടോട്ടൽ സെയിൽസ് നമുക്ക് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. 60,000 നമുക്ക് എന്തായിട്ടുണ്ട്? ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. സെല്ലിംഗ് പ്രൈസ് ആയിട്ട് 5 per unit ആണ്. അപ്പോൾ ഇൻറ്റു 5 = 3 lakh. ഓക്കെ, ദെൻ റോ മെറ്റീരിയൽസ് നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓൾറെഡി റോ മെറ്റീരിയൽ = 3 lakh നമുക്ക് എന്നിട്ട് ടോട്ടൽ സെയിൽസ് കിട്ടി. ഇൻറ്റു റോ മെറ്റീരിയൽസ് 60%, 60% നമുക്ക് എന്തുണ്ട്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ 100 × 12, 12 മാസത്തിന് ഫോർ 12 months. 12 monthsലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ 12
മന്ത്സ് ഈക്വൽ ടു 17,000. അപ്പോൾ 3 lakh ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 12 ഈക്വൽ ടു 50,000. ഓക്കെ. ദെൻ ഡയറക്റ്റ് ലേബർ നമുക്ക് എന്തുണ്ട്, ടോട്ടൽ സെയിൽസ് കിട്ടി. ഇവിടെ ഡയറക്റ്റ് ലേബർ 10% നമുക്ക്, അതായത് ഡയറക്റ്റ് വേജസ് ആയിട്ട് നമുക്ക് എത്ര 10% ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 12 ആണ് എന്ത്, ഇയർലി നമുക്ക് 12 മന്ത്സ് ആണുള്ളത്, ഇൻറ്റു 12 ഈക്വൽ ടു 2,250, 2,250. ദെൻ ഓവർഹെഡ് 3 lakh ആണ് നമുക്ക് ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് കിട്ടിയത്, ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 12 ഈക്വൽ ടു 5,000. ദെൻ മൂന്നാമത്തെ ഒരു വർക്കിംഗ് നോട്ട് വായിക്കുക. ഇറ്റ് അസ്യൂംഡ് ദാറ്റ് ലേബർ ആൻഡ് ഓവർ ഹെഡ് അക്യൂർ ഈവൻലി ഡ്യൂറിങ് ഇൻ ദ ഇയർ ആൻഡ് ഹെൻസ് ഹാഫ് ഓഫ് ദ എമൗണ്ട് ഓഫ് വർക്കിംഗ് പ്രോഗ്രസിൻ്റെ ഹാഫ് ഇയർലി വരുന്ന ഹാഫ് എമൗണ്ടാണ് നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യില്ല. 12 മാസമാണ് നമുക്ക് ഇവിടെ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ 6 മന്ത് എടുക്കുള്ളൂ. 1 മന്ത് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതിയായിട്ടുള്ള 0.5 എടുക്കുള്ളൂ, 0.50 എടുക്കുള്ളൂ. ഓക്കെ, മനസ്സിലായ? ദെൻ നമുക്കത് പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് സൊല്യൂഷനിലേക്ക് കടക്കാം. നമുക്ക് ഓൾറെഡി നമുക്കറിയാം വർക്കിംഗ് ക്യാപിറ്റൽ കാണാൻ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റിയാണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞേ. അപ്പോൾ ഇവിടെ കറണ്ട് അസറ്റ് ഏതൊക്കെയെന്നുള്ളത് നമ്മൾ എടുത്ത് ചെയ്തു. സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ്, വർക്ക് ഇൻ പ്രോഗ്രസ്, ദെൻ സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, ദെൻ ഡെപ്റ്റേഴ്സ്. ഓക്കെ, ഇവിടെ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് നമ്മൾ എടുത്ത് എഴുതി. എന്താണ് നമ്മൾ ഫോളോയിങ് ഇൻഫർമേഷൻ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. റോ മെറ്റീരിയൽസ് ആർ എക്സ്പെക്റ്റഡ് ടു റിമെയിൻ ഇൻ സ്റ്റോർസ് ഓൺ ആൻ ആവറേജ് 2 months ബിഫോർ ഇഷ്യൂ ഓഫ് ടു പ്രൊഡക്ഷൻ്റെ മുന്നായിട്ട് 2 months മുമ്പ് നമുക്ക് എന്താണ് അത് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് 2 months 50,000 ഇൻറ്റു 2 ഈക്വൽ ടു 13,000, അതായത് 30,000 നമുക്ക് കിട്ടി. ദെൻ വർക്ക് ഇൻ പ്രോഗ്രസ് നമുക്ക് ഇവിടെ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. ഈച്ച് യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് എക്സ്പെക്റ്റഡ് ടു ബി ഇൻ പ്രോസസ് 1 month. ഓക്കെ, അപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസ് 1 month. മെറ്റീരിയൽ നമുക്ക് മെറ്റീരിയൽ 50,000 ഇൻറ്റു 1 15,000 രൂപ നമുക്ക് കിട്ടി 1 month. ലേബർ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അതിന് വർക്കിംഗ് നോട്ടിൽ പറഞ്ഞു നമ്മൾ അതിൻ്റെ ഹാഫേ എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ 1 monthൻ്റെ ഹാഫ് 0.50. ലേബർ ഈക്വൽ ടു 2,500 ഇൻറ്റു 0.50 ഈക്വൽ ടു 1,250. ദെൻ ഓവർഹെഡ് 5,000. ഓവർഹെഡ് നമുക്കിവിടെ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് 20% ആണ് നമുക്ക് ഓവർഹെഡ് നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്തെടുത്തു. 5,000 എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു ഓൾറെഡി ഓവർഹെഡ് കാൽക്കുലേറ്റ് ചെയ്തെടുത്തു അല്ലേ. അപ്പോൾ ഓവർഹെഡ് ഈക്വൽ ടു 5,000 ഇൻറ്റു 0.50 ഈക്വൽ ടു 2,500. ലേബർ ഡയറക്റ്റ് ലേബർ നമ്മളിവിടെ എന്ത് ചെയ്തു 2,500 എന്നുള്ള വർക്കിംഗ് നോട്ടിൽ ഞാൻ ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു എങ്ങനെയെന്നുള്ളത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ അതിൻ്റെ ടോട്ടൽ 18,750 നമുക്കവിടെ കിട്ടി. ക്ലിയർ ആയല്ലേ? വർക്ക് ഇൻ പ്രോഗ്രസ് കിട്ടി. ദെൻ അതുപോലെ തന്നെ സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻ 3 months ഓൾറെഡി നമുക്കിവിടെ തന്നിട്ടുണ്ട്. എന്ത് ഫിനിഷ്ഡ് ഗുഡ്സ് വിൽ സ്റ്റേ ദ വെയർ ഹൗസ് അവൈറ്റിംഗ് ഡിസ്പാച്ച് ടു കസ്റ്റമേഴ്സ് ഫോർ അപ്രോക്സിമേറ്റ്ലി 3 months. സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് 3 മാസം വരെ വെയർ ഹൗസിൽ എടുത്തു വെക്കാമെന്ന് പറഞ്ഞു. ആ 3 months അവിടെ മെറ്റീരിയൽസ് 50,000 ഇൻറ്റു 3 months ആൻഡ് 2,500 ഇൻറ്റു 3 ആൻഡ് 7,500 ആൻഡ് ഓവർ ഹാൻഡ് 5,000 ഇൻറ്റു 3 ഈക്വൽ ടു 15,000. ഓക്കെ, ദെൻ 67,500 രൂപ നമുക്കിവിടെ കിട്ടി. ക്ലിയർ അല്ലേ? ദെൻ ഡെപ്റ്റേഴ്സ് ഓൾറെഡി മെറ്റീരിയൽസ് നമുക്ക് എത്ര ഉണ്ട് 15,000 ഇൻറ്റു 3. അവിടെ ഓൾറെഡി നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട് 3 months ആണ് അപ്രോക്സിമേറ്റ്ലി നമുക്ക് എന്തെങ്കിലും ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് ഇവിടെ എടുത്തു വെക്കാമല്ലോ. അപ്പോൾ ഡെപ്റ്റേഴ്സ് ഇവിടെ തന്നിട്ടുള്ളതുകൊണ്ട് ഡെപ്റ്റേഴ്സ് മെറ്റീരിയൽ 50,000 ഇൻറ്റു 3 45,000. ലേബേഴ്സ് 2,500 ഇൻറ്റു 3 7,500. ദെൻ ഓവർ ഹെഡ് 5,000 ഇൻറ്റു 3 50,000 ഈക്വൽ ടു 67,500 67 and 500. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ ലെസ് ക്രെഡിറ്റേഴ്സ് ഫോർ റോ മെറ്റീരിയൽസ്. ക്രെഡിറ്റേഴ്സ് എത്ര തന്നിട്ടുണ്ട് ഇവിടെ? റോ മെറ്റീരിയൽസ് ക്രെഡിറ്റേഴ്സ് ഡെപ്റ്റേഴ്സ് ഫോർ ഇഷ്യൂഡ് ഫോർ 3 months ഫ്രം ഡേറ്റ് ഓഫ് ഡെസ്പാച്ച്. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റേഴ്സ് എന്തുണ്ട് ഇവിടെ? എന്തുണ്ട്? ക്രെഡിറ്റേഴ്സ് അലൗഡ് ഫോർ 2 months ഫ്രം ഡേറ്റ് ഓഫ് ക്രെഡിറ്റേഴ്സ് അലൗഡ് ബൈ ഈസ് 2 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഡെലിവറി റോ മെറ്റീരിയൽസ്. ഡെലിവറിൻ്റെ 2 മാസം മുമ്പ് ക്രെഡിറ്റേഴ്സ് എന്ത് ചെയ്യണം? അതിൻ്റെ ക്യാഷ് റോ മെറ്റീരിയൽസിന് ക്യാഷ് അവിടെ കൊടുത്തിരുന്നു. അപ്പോൾ 15,000 റോ മെറ്റീരിയൽസ് എത്തുന്നത് നമുക്കറിയാം. 15,000 ഇൻറ്റു 2 ഈക്വൽ ടു 30,000 30,000. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇതിൻ്റെ ടോട്ടൽ കണ്ടു. ദെൻ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ അതായത് 30,000 ലെസ് ഇതിൻ്റെ ടോട്ടൽ എത്രയാണോ കറണ്ട് അസറ്റ്സ് നമുക്ക് കിട്ടി. കറണ്ട് അസറ്റ്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? കറണ്ട് ലയബിലിറ്റി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് എമൗണ്ട് അത് നമുക്ക് എന്ത് ചെയ്തു ഇവിടെ കിട്ടി. ഇവിടെ നമുക്ക് ഇതായിട്ട് കിട്ടിയിട്ടുള്ളത് 1,53,750 നമുക്ക് എന്തിട്ട് ഇതിൻ്റെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലായിട്ട് നമുക്ക് കിട്ടി. കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് അതിൻ്റെ ഇക്വേഷൻസ് ആയിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ ഈ പ്രോബ്ലം ക്ലിയർ ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
പ്രതീക്ഷിക്കുന്നു.